കാച്ചിൽ തിന്നാണ്ട് വിഷ്ണു പോർക്കുളം മീൻസൊക്കെ വന്നിട്ടുണ്ട്. വിഷ്ണു കഴിക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ പറഞ്ഞു, കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കാച്ച് കഴിയപ്പാ. അപ്പം എന്താണ്ടേ നമ്മുടെ ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ എന്താ പറയുക, ചീനി ചുട്ട് തിന്നു, പിന്നെ ചേന വറുത്ത് തിന്നു, ചേമ്പ് പുഴുങ്ങി തിന്നു. ഇനിയിപ്പം നമ്മുടെ അയ്യത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ വേണമെങ്കിൽ പറമ്പെന്ന് പറയാം. അപ്പം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ അയ്യോ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് എന്താ പ്രിപ്പറേഷൻ എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് കിളയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടി കിടക്കുന്ന ആ ഒരു ദിവ്യ എന്താ പറയുക അമൃതിനെ എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതിക്കാണ് കിളയിലെന്ന് നമ്മൾ കൊല്ലംകാർ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്, അതായത് ഈ കുന്താരി വെച്ച് ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ഒരു സംഭവത്തിൽ ഞങ്ങൾ കിളയിലെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ കാച്ചിലിനെ പണ്ട് പറയാറില്ലേ, ആപത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ എന്താ എങ്ങനെയാണത് അമ്മ പറ, അമ്മയ്ക്കറിയത്തില്ല, അമ്മ ഉണ്ടായിരിക്കുന്നു. എന്തോ ആവുന്ന കാലത്ത് കാപത്ത് വെച്ചാൽ പിന്നെ ആവാത്ത കാലത്ത് കാപത്ത് തിന്ന. ഈ കാപത്തെന്ന് പല സ്ഥലങ്ങളിൽ ഈ പിന്നെ കാച്ചിലിനും പറയാറുണ്ട്. നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ കാച്ചിലിനെ ഒന്ന് കിളച്ചെടുക്കുകയാണ്, മണ്ണിനടിയിൽ നിന്ന് അവനെ ഒന്ന് പുറത്തെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവനെ വെച്ചിട്ട് ഏതാണ്ട് കുറേ നാളായി. അപ്പോൾ അവൻ എത്രമാത്രം വളർന്നു ഒന്നും നമുക്കറിയത്തില്ല. അതിൻ്റെ കൃഷി രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാപത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാച്ചിലിനെ ഒന്ന് കിളച്ചെടുക്കാം. ഇനി അടുത്ത് പോകാണ്, ഇതാണ് മുടി കണ്ട് വേണം നമ്മൾ കിളയ്ക്കാൻ. അതുകൊണ്ട് കരിഞ്ഞു പോയി. ഇതിനകത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാണ്ടെ ഇനി അടുത്ത് കൊണ്ടുവന്നാൽ വിത്ത് ഇപ്പോൾ ഉണ്ട്. അവിടെ വിത്ത് ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്ന ആക്കുണ്ടോ? ഇതൊക്കെ വിത്ത് നല്ലതാണ്. വീട്ടിൽ പറഞ്ഞാൽ ആരും എടുത്തോണ്ടൊന്നും പോകത്തില്ല. ഇത് നമ്മൾ തന്നെ അവസാനം എടുക്കും. അപ്പോൾ നമ്മൾ നാണ്ടെ ഇതിനകത്താണ് ആ ചെറുക്കനുള്ളത്. നമുക്കൊന്ന് കിളച്ചെടുക്കാം. ഇന്ത്യനെ എവിടാനെ അമ്മ ഭവാനേ, അകലെ കൂട്ടിയാൽ കിളച്ചാൽ മതി. ചിലപ്പം വെട്ടുകൊള്ളരുത്, ദൂരെ കൂട്ടിക്കള. കാണുന്നില്ല, കിളച്ച മൂടല്ല. ഞാൻ പറഞ്ഞില്ലേ അകലെ കൂട്ടി കളക്കണമെന്ന്. കുന്താലി ഇതാണ് നമ്മുടെ കാച്ചിലുണ്ട്. വലിയ ചെറുക്കലാന്നാ വിചാരിച്ചു, പക്ഷേ അതിനകത്ത് കാണും. നോക്കാം അതെങ്ങനെ ഉറപ്പിക്കുന്ന കുന്താലി അതിരിക്കുന്നൊക്കെ തെക്കോട്ടും മുടക്കോട്ട്. ഇതാരെന്നെ ഉറപ്പിച്ചേ അറിയത്തില്ല. അച്ഛനാണോ? അച്ഛനെന്ന് പറയാൻ വയ്യ, അച്ഛനാന്നോന്ന്. അനിയുണ്ട് എവിടെ? ഉണ്ട്. ആ തോണ്ടി എടുത്ത് ചോദിന്ന് കിളക്കേ അവിടെ. അവിടെ കിളക്കേ. ഓക്കെ, അതൊരു ഷൊണ്ണാപ്പിയ എത്രയാണെന്ന് തോന്നില്ലയോ? ഇനി കാണത്തില്ലല്ലേ? അപ്പോഴേ ഞങ്ങളെ ഇപ്പം എന്തായാലും ഈ കിളക്കുന്ന സെറ്റപ്പ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഒരു 3 പേരെ കിട്ടി. ഒരു മൂട് കിളച്ചിട്ട് ഞങ്ങൾ ബാക്കി പറയാം. എന്തോന്നാണത്? അപ്പം എന്താണ്ടേ നമ്മുടെ കാച്ചി നല്ല പണിയാണ്. ഒന്നാമത്തെ കാര്യം നട്ടു ഉച്ചയാണ്, നല്ല വെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ വേണ്ടേ നമ്മുടെ കാച്ചിലോട്ട് തന്നെ 2 മൂട്. ഇത് ഇനിയും കാണുമായിരിക്കും, പക്ഷേ ഇത്ര കിട്ടിയോ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെയും അമ്മമ്മയുടെ എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാൻ പറഞ്ഞു കേട്ടോ. അമ്മ എപ്പോഴും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവരും പരാതി ഉണ്ട്, അതൊന്ന് ഒരുങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഞാനും അമ്മയും കൂടി ഇതിൽ ഒന്ന് പുഴുങ്ങിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുള്ള പ്ലാനാണ്. നമുക്ക് നോക്കാം. ഈ വട്ടം നമ്മൾ സ്ഥലം ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അമ്മയാണെങ്കിൽ അടുക്കളയിൽ ജോലിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മളിപ്പം കൃത്രിമപരമായിട്ടുണ്ടാക്കി കുറച്ച് കല്ലും ഓടും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു അടുപ്പാണ്. അപ്പോൾ ഇവിടെ ഒന്ന് തീ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നമ്മളൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ വട്ടവും കാച്ചിലൊക്കെ ചെത്തി വൃത്തിയാക്കുന്നത് അമ്മൂമ്മയാണ്. അമ്മൂമ്മേ എന്തുകൊണ്ട് സുഖാണോ?
അപ്പോൾ അമ്മ വേണ്ട ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാച്ചിലൊക്കെ ഒന്ന് നമ്മുടെ വിറവൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. അയ്യപ്പാ അമ്മൂടെ പുളി നോക്കുമ്പോ നനഞ്ഞപ്പോൾ കൊന്നാനുണ്ട്. നമ്മൾ അടുപ്പം സ്ഥലങ്ങളൊക്കെ മാറ്റി കേട്ടോ. ഇത് കഴി വെച്ചതിനാണ് പിന്നെ ഒരു ആക്ഷൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ ചിരട്ട കത്തി വന്നിട്ടുണ്ട്. നമ്മൾ പുതിയ അടുപ്പിലൂടെ അങ്ങോട്ട് വെക്കുവാണ്. അയ്യോ ചൊവ്വൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടല്ലോ. അയ്യാ അണഞ്ഞോ? അയ്യോ വെള്ളം തെറിച്ചമ്മ. ആദ്യം സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമൊന്നും മറിഞ്ഞെങ്കിലും എന്താ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കത്തിയെടുക്കട്ടെ. കാരണം ഈ ഇവിടെ സംഭവം വെച്ചിട്ടില്ലായിരുന്നു. ഒരു ഓട് കഷ്ണം വെക്കണമായിരുന്നു. അതായത് അമ്മ പറയുന്നതായിട്ട് ആദ്യം നെച്ചട്ടി വെച്ച് നോക്കിയിട്ട് വേണമായിരുന്നു വെക്കാനാണ്. അതായിരുന്നു നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. ഒന്നുകൂടെ വെച്ച് നോക്കാം. ഓക്കെ നോക്കാമല്ലോ. ഇപ്പോഴമ്മ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നമ്മുടെ ചിരട്ടയൊക്കെ വേണ്ടേ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാളെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയും അമ്മൂമ്മയും കൂടെ നമ്മുടെ കാച്ചിലൊക്കെ ഒരുവിധമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ട എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മയാണ് സ്പെഷ്യൽ. ഭയങ്കര ചൂടാ അവിടെ. ഇത്ര കഴിയാൽ പോരെ? മണ്ണ് കാണുമോ? ഓക്കെ എല്ലാം സെറ്റായി. നമ്മൾ ഇനിയിപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട് ഇടാൻ പോകാം കേട്ടോ. അപ്പോഴേ നമ്മുടെ താണ്ടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ കാച്ചുവിടന്മാരെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പറക്കി ഇട്ട് കഴിഞ്ഞാൽ ഉമ്മാർ ഇപ്പോഴും ഉപ്പുണ്ടോ അമ്മേ? വേണ്ട, തിളച്ചിട്ട് ഉപ്പിട്ടാൽ മതി. ഓക്കെ. ഉമ്മാരാണ് ഇങ്ങനെ അങ്ങോട്ട് പറക്കി ഇട്ട് കഴിഞ്ഞാൽ ഉമ്മാർ ഇവിടെ കിടന്ന് അങ്ങോട്ട് വേവും. കാച്ചിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു കൊഴുപ്പുണ്ട്, കയ്യിൽ നിന്ന് പോകത്തില്ല. കണ്ടാ ഇതേ നമ്മുടെ ഇപ്പം നിങ്ങൾ പഴയ പോലെ കാണാത്ര പച്ചപ്പൊന്നുമില്ല. വേനലായി തുടങ്ങി. വയലിൽ മാത്രമേ ഉള്ളൂ പച്ചപ്പ്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടോ വേനലിൻ്റെ ഇതുകൊണ്ട് മൊത്തം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കാച്ചിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ആ ഒരു ചൂടിൻ്റെ ആംബിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കാച്ചിൽ പിന്നെ ഞാൻ എപ്പോഴും മുളക്, അതായത് ഇതിൻ്റെ ഉണ്ടാകുന്നൊരു ചമ്മന്തി ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. കുറച്ച് കാന്താരി മുളക്, കുറച്ച് പുളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കൊച്ചുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ശക്കലം മുളക് പൊടി, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളകൊന്ന് തീക്കകത്തിട്ട് ചുട്ടൊന്ന് അരച്ച് അതിൻ്റെ ഒരു ചമ്മന്തി. അതൊക്കെ എന്തായാലും ഞാൻ അമ്മയടുത്ത് പറഞ്ഞങ്ങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ചെയ്തോളും. ഇതിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ നല്ല അടിപൊളി എന്താ പറയുക കാച്ചിൽ പുഴുങ്ങിയതുമായിട്ട് പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ. നമ്മൾ പശുവിന് കഴിക്കുമ്പോൾ അത് വേണ്ടത് ചേര. ചത്തയാണോ ഉള്ളതാണോ അതാവുന്നു. എവിടെ കയറി പോയെന്ന് പറയാൻ വയ്യ. ഇടയ്ക്ക് അങ്ങോട്ട് കയറി പോയിട്ട് നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ആശാൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ജസ്റ്റ് നിലയ്ക്ക് കൊടുക്കാം. ഉപ്പൊന്ന് പിടിക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കാച്ചിൽ നല്ല വൃത്തിയായിട്ട് എന്താ പറയുക വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുവാണ്. ഈ വെള്ളം കണ്ടോ? ഈ വെള്ളം നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഉപ്പ്, ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ച് ഉപ്പിടണം. കാരണം എന്നിട്ട് നമ്മൾ പച്ചവെള്ളം മിക്സ് ചെയ്യും. കൊടുത്തിട്ട് ചൂട് നമുക്ക് ഇരിക്കാൻ വയ്യ. അതാണ്ട് നമ്മുടെ കാച്ചിൽ നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അമ്മ നല്ല സ്പെഷ്യൽ മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ കൂട്ടി ഒരടി. കൊള്ളാവോ? രുചിയുണ്ടോ? അടിപൊളി വെച്ചോ. അപ്പോൾ നമ്മുടെ നാണ്ടെ കാച്ചിൽ തന്നെയാണ് വിഷ്ണു പോർക്കുളം ബീൻസൊക്കെ വന്നിട്ടുണ്ട്. നാണ്ടെ ശരണം വന്നിട്ടുണ്ട്. നാണ്ടെ നല്ല വീഡിയോ ചെയ്യുന്ന നമ്മുടെ അമൃതരാജ് സതീഷ് വന്നിട്ടുണ്ട്. അവർ പേര് നമ്മുടെ സ്പെഷ്യൽ സാമാന്തി. വിഷ്ണുവിന് എരി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എരി. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ നമ്മുടെ ടേസ്റ്റ് നോക്കാൻ ലെവലില്ലേ? കഴിച്ചു വീണ്ടും പറ. റിവ്യൂ വേണം. ആ വിഷ്ണു കഴിക്കുന്ന കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആണോ? നിനക്കൂടാ കഴിക്കട്ടില്ലേ? അടിപൊളി പൊളി സെറ്റ്. അപ്പം എല്ലാവരുടെയും റിവ്യൂ ഒക്കെ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ.
യോ യോ നല്ല ടേസ്റ്റ് ഉണ്ട് സതീഷേ. ഇല്ല ഇളവത്തൊന്നും കഴിച്ചോ. രുചിയുണ്ടോ? എന്നാ ഇളവത്തില്ല. അപ്പോൾ മച്ചാന്മാരെ എന്താ പറയുക, നമ്മുടെ ഈ പിന്നെ കാച്ചിൽ, ചേന, ചേമ്പ് നിങ്ങൾക്ക് വീടില്ല അല്ലെങ്കിൽ സ്ഥലമില്ല, അല്ല വീടില്ല നല്ല സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ 10 കിറ്റ് അരി മേടിക്കത്തില്ലോ, അതിനകത്ത് കുറച്ച് മണൽ, ചകിരിപ്പൊടി, ചാമ്പൽ, അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി, മണ്ണ്, ഇതെല്ലാം 1:1 ഇട്ടതിന് ശേഷം ഇതിൻ്റെ വിത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മണ്ണും കാര്യമൊന്നും വേണ്ട. വെള്ളത്തിന് നനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കിളിക്കുന്നതിൻ്റെ ആ ഒരു സമയം വരെ നനവ് മതി. പിന്നെ വേറൊരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഇത് കിടുവായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നില്ല കേട്ടോ. ഐ മീൻസ് സെറ്റാക്കാവുന്നുള്ളൂ. മാഷാമാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നോട്ടിഫിക്കേഷൻ ചെല്ലുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. കറി കറിയല്ല, ബായ്.